വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഏറ്റവും വലിയ വാർത്ത. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് അങ്ങനെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ്. ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ ഇനി അവൾക്ക് കിട്ടാനില്ല. അവൾ ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല ഇങ്ങനെ ഒരു വിധിയെ പറ്റിയിട്ട്. കാര്യം ഒരു കൂസലുമില്ലാതെയായിരുന്നു പറഞ്ഞിരുന്നത്. കൂടിപ്പോയ ഒരു 14 വർഷം, ഞാൻ പുറത്തിറങ്ങുമ്പോൾ 38 വയസ്സായിരിക്കും, അത് കഴിഞ്ഞാൽ ഞാനങ്ങ് ജീവിച്ചോളൂ എന്ന്. ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ആ ഒരു അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടി. പക്ഷേ ഇവിടെ വേറൊരു കാര്യം ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. ഈ ഒരു വിധി നടപ്പിലാക്കണം. കാര്യം ഇങ്ങനെ പല കേസിലും ഇതുപോലുള്ള വധശിക്ഷ വിധിച്ചിട്ട് മേൽക്കോടതിയിലൊക്കെ അവർ അപ്പീൽ പോയിട്ട് ഈ വധശിക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വധശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എക്സാമ്പിൾ തന്നെ എടുക്കാം. ഗോവിന്ദചാമിയുടെ കേസിൽ സെക്ഷൻ കോടതി വധശിക്ഷ വിധിച്ചു, ഹൈക്കോടതി വിധിച്ചു, പിന്നെ അത് സുപ്രീം കോടതി ചെന്നപ്പോൾ ഈ വധശിക്ഷയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഗ്രീഷ്മയുടെ കേസിൽ അപ്പീൽ പോകാനുള്ള ഒരു സമയം പോലും കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ ഈ ഒരു വിധി നടപ്പിലാക്കണം. എങ്കിലേ ആ കുടുംബത്തിന് നീതി കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിധിയോട് കൂടിയിട്ട് എല്ലാവർക്കും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആ അമ്മയൊക്കെ വന്നിരുന്ന് കരയുവാണ്. ലിറ്ററലി മാധ്യമങ്ങളുടെ മുന്നിൽ അവർക്ക് പറയാൻ വാക്കുകളില്ല. അതുമാത്രമല്ല, കോടതി വിധി കേട്ട സമയത്ത് എണ്ണീറ്റ് നിന്ന് ജഡ്ജിയെടുത്ത് തൊഴുകുമായിരുന്നു. ഈ വിധി കേട്ട് കരഞ്ഞുകൊണ്ട് ആ അമ്മ. എന്തായാലും നിങ്ങൾ ആലോചിക്കുക, 11 ദിവസം വെള്ളം പോലും കുടിക്കാതെയാണ് ഷാരോൺ കിടന്നത്. ആ സമയത്ത് പോലും ഇവളുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. അതായിരുന്നു ആ ഒരു പോലീസുകാരൻ പറഞ്ഞത്. പ്രണയത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ആ കുടുംബത്തിന് ഒരുപാട് സന്തോഷമായ ഒരു വിധി തന്നെയാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോവാം. ഇങ്ങനെ ചെയ്ത ഒരാൾക്ക് വധശിക്ഷ നൽകരുത് എന്ന് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് പറയുന്നതാണ് കണ്ടത്. നരകിച്ചാണ് ഷാരോൺ മരിച്ചത്. ഇറ്റ്സ് ബ്രില്യൻ ക്രൈം, ബ്രൂട്ടൽ ക്രൈം എന്ന് കോടതിയുടെ വാക്കുകൾ ഉദ്ദേശിച്ചാൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഷാരോൺ മാനസിക നില തകർന്ന നിലയിലായിരുന്നു എന്ന് കോടതി പറയുന്നു. അതിന് കോടതി തന്നെ ഉപയോഗിച്ച വാക്ക് ഭ്രാന്തിൻ്റെ അവസ്ഥയിലായിരുന്നു ഷാരോൺ എന്ന് പറയുന്നു. അക്കാര്യം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി പറയുന്നു. അതിനുശേഷമാണ് ഓരോ വകുപ്പ് പ്രകാരം എന്താണ് ശിക്ഷ എന്ന് കോടതി പറയുന്നത്. ആദ്യം 328 പ്രകാരം 5 വർഷം തടവെന്ന് പറഞ്ഞു. പിന്നീട് തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കോടതി വിധിച്ചു. അതിനുശേഷമാണ് കൊലപാതകത്തിന് വധശിക്ഷ, പരമാവധി ശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് വധശിക്ഷയും 2 ലക്ഷം രൂപ ഫൈനും എന്ന് കോടതി വിധിച്ചത്. ഷാരോണിന്റെ മാതാപിതാക്കൾ, സഹോദരൻ കോടതിക്കകത്തുണ്ടായിരുന്നു. അവർ പൊട്ടി വിങ്ങിപ്പൊട്ടി കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു കോടതിയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും സ്പെഷ്യൽ പരിഗണനയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഇത് റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസാണ്. അതാണ് ഈ വധശിക്ഷ വിധിക്കാനുള്ള കാരണം. കാര്യം ഡെത്ത് പെനാലിറ്റി എന്ന് പറയുന്ന ഒരു വിധി വിധിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, പല കേസുകളും എടുത്ത് നോക്കാം, അതിനകത്ത് എങ്ങും ഈ പറയുന്ന വധശിക്ഷ വിധിച്ചിട്ടില്ലായിരുന്നു. വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസസിൽ മാത്രമേ ഇങ്ങനെ ഒരു വിധി വരത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 2ാമത്തെ വട്ടം കണ്ടാണോ തോന്നുന്നു. എന്തായാലും ആ കാര്യത്തിൽ കൺഫേംഡ് അല്ല. എന്തായാലും നിങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എന്തായാലും ഈ ഒരു വിധി കേട്ട സമയത്ത് ആ അമ്മയുടെ പ്രതികരണമുണ്ട്, അത് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ആ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മെഡിക്കൽ കോളേജ് ഒരുപാട് സംതൃപ്തരാണ്. എന്റെ പൊന്നുമോൻ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിലെ ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് വധശിക്ഷ തന്നെ അവർക്ക് കൊടുത്തു. ഞങ്ങൾ വളരെയേറെ സംതൃപ്തരാണ്, വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി, 1000 നന്ദി. ആ അമ്മയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. എന്തായാലും ഇതുപോലെയുള്ള അപരാധിക്ക് ഇത് തന്നെ വേണം. എന്തായാലും അവൾ ഒരു കൂസലുമില്ലാതെയാണ് ഈ ഒരു വിധി കേട്ടത്. അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. ഷാരോണിനെ കൊന്നതിന് ശേഷം പലയിടത്ത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൾ ഒരു കൂസലുമില്ലാതെയാണ് ഇവൾ നടക്കുന്നത്. ഈ വിധി കേട്ടപ്പോഴും അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ ഒരു വിധി അവർ സ്റ്റേ ചെയ്യുകയും ചെയ്യും. ഇത് മാറ്റിയിട്ട് അവർ ഇരട്ട ജീവപര്യന്തത്തിലോട്ട് പോകും. അങ്ങനെ ഒരു കാരണവശാലും ഇവളെ ജയിലിനകത്ത് പോയി സുഖമായിട്ട് ആഹാരവും കഴിച്ച് അവിടെ കിടത്തി ഉറക്കാനുള്ള സമ്മതിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ശിക്ഷ നടപ്പിലാക്കും.